ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു സ്റ്റോക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. കാരണം എൻ്റെ പോർട്ട്ഫോളിയോയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ, അതായത് ഞാൻ ട്രേഡിങ് ഒക്കെ ആരംഭിച്ചൊരു അത്യാവശ്യം കാര്യങ്ങളിലേക്കൊന്ന് മാർക്കറ്റിലേക്ക് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ക്രൈസിൻ്റെ പുറത്ത് വാങ്ങിച്ചിട്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകതയും എൻ്റെ വ്യൂവും അത് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പേര് നെറ്റ് ലിങ്ക് സൊല്യൂഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക് മേഖലയിൽ അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് നേരെ ഞാൻ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നെറ്റ് ലിങ്ക് സൊല്യൂഷൻസ് എൻഗേജ് ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് വെബ് ഡിസൈനിങ്, SEO സർവീസ്, സെർവർ സ്പേസ്, ഡൊമൈൻ ബുക്കിംഗ്. അതായത് പ്യുവർലി ഇത് ടെക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ള കാര്യം ആണ് ഇവിടെ പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രവർത്തന മേഖല ഇതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ട്രെൻഡ് ലൈൻ എന്നുള്ള വെബ്സൈറ്റിൽ പോയി നോക്കാൻ നേരത്ത് ഇതുകൊണ്ട് അത്യാവശ്യം നല്ല വാല്യുവേഷൻ സ്കോർ കാണിക്കുന്നുണ്ട്, നല്ല മൊമെൻറ്റം സ്കോറും നിലവിൽ ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ഓവറോൾ വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ളതാണ് ഇതിലൂടെ കാണിച്ചു തരുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. ഡ്യൂറബിലിറ്റി കോഡ് മീൻസ് സ്കോറൊന്നും പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഏകദേശം 2024 ഇത് ലിസ്റ്റ് ചെയ്തായിട്ട് കാണിക്കുന്നത്. സോ അതിനുശേഷം ഒരു ചെറിയ ഒരു റേഞ്ചിൽ നിന്നാണ് ഇത് കിടന്ന് കളിച്ചത്. അതിനുശേഷം ഇത് 2012 മേഖലയിലായപ്പോഴത്തേക്ക് നേരെ താഴേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒരു ട്രെൻഡാണ് കാണിച്ചത്. ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിശയപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിശയം മീൻസ് എന്നെ ഒന്ന് സർപ്രൈസ്ഡാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോക്കുകളും അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ, അത് മീൻസ് ഒരു നല്ല ലെവലിൽ നിന്ന് അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഈ കോവിഡിന് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത്. ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഈ സ്റ്റോക്ക് ആ സമയത്ത് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ എന്നാൽ അതിനുശേഷം നേരെ താഴെ വന്നിട്ട് ഇത് നോർമലി ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എവിടെയാണോ സപ്പോർട്ട് നേരത്തെ എടുത്തിട്ട് അതേ ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നേരെ വീണ്ടും തിരിച്ച് കയറി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അതിശയമായിട്ട് തോന്നി. എല്ലാ സ്റ്റോക്കുകളും താഴേക്ക് ഇറങ്ങുമ്പോൾ ഇത് മാത്രം എന്താണ് താഴേക്ക് ഇറങ്ങാതെ മുകളിലോട്ട് കയറിയത് എന്നല്ല. ശരിക്കും ആ ഒരു തോന്നലാണ് ഈ ഒരു സ്റ്റോക്ക് എന്നെ എടുക്കാൻ പ്രേരിപ്പിച്ചത്. അതിനുശേഷം കോവിഡിന് ശേഷം 2021 മിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ സ്റ്റോക്ക് മുകളിലോട്ട് കയറി ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം നേരെ താഴെ തിരിച്ചു വന്നപ്പോൾ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ആ ഒരു അതായത് ഓവറോൾ ഈ സ്റ്റോക്ക് നല്ല ഒരു ഗ്രോത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുകൊണ്ട് ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ട്രെൻഡ് ലൈനിൽ വന്ന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് അത് നേരെ താഴെ വന്നു, അടുത്ത ഒരു സപ്പോർട്ട് അതേ ലെവലിൽ തന്നെ, മീൻസ് നേരത്തെ ഉണ്ടാക്കിയ അതേ ലെവലിൽ തന്നെ ഒരു സപ്പോർട്ട് എടുത്തു നേരെ. അതിനുശേഷം അപ്പോഴും ഈ സ്റ്റോക്ക് സ്ലോലി മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2024 ഏപ്രിൽ വന്നപ്പോഴേക്കും നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ട് നേരെ മുകളിൽ വന്ന് നേരത്തെ എടുത്ത അതേ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എടുത്ത് നേരെ താഴേക്ക് വന്നിട്ട് ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ ഇതൊരു ബൈയിങ് സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്, നല്ലൊരു ബൈയിങ് ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. ഞാനത് പറയാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ബൈയിങ് ഏരിയയിൽ പ്രൈസ് ഇങ്ങനെ ജസ്റ്റ് കൺസോൾട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ നോക്കിയേ, ഇവിടെ വോളിയം അത്യാവശ്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീക്ക്ലി ചാർട്ടിൽ വോളിയം അത്യാവശ്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നും ഏകദേശം ഒരു 300 റേഞ്ചിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് പെർസെൻറ്റേജ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 93% ഇനിയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കാണ്. സോ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ ചാർട്ട് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാം. ഞാനിത് പറയുമ്പം ചുമ്മാ ജസ്റ്റ് റാൻഡമായിട്ട് ഞാൻ പറഞ്ഞാൽ പോരല്ലോ. എൻ്റെ ഗ്രോയിൻ്റെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയേ,
ഞാൻ 100 സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 85 രൂപ 50 പൈസയ്ക്കാണ് എടുത്തിരുന്നത്. 8550 രൂപയാണ് ടോട്ടലിൻ്റെ കോസ്റ്റ് വന്നത്. അതിൻ്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, 82% ഇപ്പം തന്നെ എനിക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും 52 ലോ എന്ന് പറയുന്നത് 72ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് 85ആണ്. ഏകദേശം ഒരു 10 രൂപ 15 രൂപ ഡിഫറൻസേ ഉള്ളൂ. ഞാനിത് ആ സമയം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഒരു ക്രൈസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അത്രയും സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം എടുത്തതാണ്. ഇതിൻ്റെ 52 ഹൈ എന്ന് പറയുന്നതിന് 243 രൂപ വരെയാണ് പോയത്. നമ്മളിപ്പോൾ ഒരു 5 വർഷത്തെ ചാർട്ട് ഇടുവാണെങ്കിൽ ഈ 5 വർഷത്തെ ചാർട്ടിനെ തന്നെ കൃത്യമായിട്ട് നോക്കുന്നത് മുകളിലൊക്കെ തന്നെയുള്ള നല്ലൊരു ഗ്രോത്തിലാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 ഇയർ ചാർട്ടും അല്ലെങ്കിൽ ഓൾ ചാർട്ട് ഇടുവാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, ഒക്ടോബർ 3-ാം തീയതി. ഇന്നിപ്പം സെപ്റ്റംബറായി. അതായത് ഏകദേശം 1 വർഷം മുന്നേ എടുത്ത സ്റ്റോക്കാണ്. 100 സ്റ്റോക്ക് എടുത്ത് 85 രൂപ 8500 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ ഗ്രോത്ത് തന്നെ 82%, 7000 റുപ്പീസ് എനിക്കിപ്പോൾ ഓൾറെഡി അവിടെ എനിക്ക് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി, ഈ സ്റ്റോക്ക് എന്താണ് അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യലും കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ വ്യൂവിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇതാരും ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓൺ ഡിസിഷൻ്റെ പുറത്ത് മാത്രം ചെയ്യുക. ഓക്കെ, താങ്ക് യു.